പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS +2 പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 25ാമത്തെ ചാപ്റ്ററായ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രമേ നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% നമ്മൾ എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60% വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഗൈഡ് ഉപയോഗിച്ചിട്ടാണ് ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് മലയാളം മീഡിയക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ക്ലാസ് അവതരിപ്പിക്കുന്നത്. ഗൈഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ആൻസർ മലയാളത്തിലുമാണ്. അതേ രീതിയിലാണ് പറയുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ എക്സാം എഴുതുന്നവരും ഇംഗ്ലീഷിൽ എഴുതുന്നവരും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതി മലയാളത്തിൽ അർത്ഥം പറഞ്ഞ് അതിന്റെ ആൻസർ മലയാളത്തിൽ പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ വരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ 9 ക്വസ്റ്റ്യൻസ് ആണ്. ആ 9 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗൈഡ് എല്ലാ വിഷയത്തിന്റെയും ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ കൊറിയർ ആയിട്ടോ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? എന്താണ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. എന്താണ് മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ? ജാതി, മതം, വംശം, ഭാഷ, പൗരത്വം, സംസ്കാരം, കുടുംബം, സ്ത്രീ പുരുഷ ഭേദം ഇതൊന്നും കൂടാതെ മനുഷ്യോചിതമായ ജീവിതം നയിക്കാനുള്ള ജന്മസിദ്ധമായ അവകാശം. ഒരു വ്യക്തിക്ക് ജാതി, മത, വർഗ, ലിംഗ വ്യത്യാസമില്ലാതെ ജന്മസിദ്ധപരമായി അവന് കിട്ടുന്ന ഒരു അവകാശം നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന ഉറപ്പു നൽകുന്നതാണ് എന്ന് പറയുന്നത് മനുഷ്യാവകാശം എന്ന പേരിൽ അറിയപ്പെടുന്ന 1948 ഡിസംബറിലാണ് UN പ്രഖ്യാപിച്ചത്. രണ്ടാമത്തെ, എക്സ്പ്ലെയിൻ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മനുഷ്യാവകാശത്തിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ ഏതൊക്കെയാന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് പറയുന്നത്, അവകാശങ്ങളെ വിവിധ തലങ്ങളിൽ നടപ്പിലാക്കേണ്ട ചുമതല ഗവൺമെന്റിനും ഉദ്യോഗസ്ഥ വൃന്ദത്തിനുമാണുള്ളത്. അന്താരാഷ്ട്ര ഉടമ്പടികളും കരാറുകളും രാഷ്ട്രത്തിനും സർക്കാരുകൾക്കും മീതെ മനുഷ്യാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. 2, മനുഷ്യാവകാശം സാർവത്രികമാണ്. മനുഷ്യാവകാശങ്ങൾ വ്യാപകമായിട്ടുള്ള ഒരു ധാർമ്മിക അവകാശങ്ങളാണ്. അവ ജന്മാവകാശങ്ങളാണ്. ഇവ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാൻ സാധ്യമല്ല. അവകാശങ്ങൾ ഗോത്രം, വർഗം, ജാതി, ധർമ്മം, മതം, ഭാഷ, സമ്പത്ത്, ദേശീയത എന്നിവ കണക്കിലെടുക്കാതെ എല്ലാവർക്കും ലഭ്യമാണ്. ലോകത്തെവിടെയും താമസിക്കുന്ന ജനങ്ങൾ അവർ ഏത് രാജ്യത്തെ പൗരനെന്നോ ഏത് മതമെന്നോ ജാതിയെന്നോ വർഗമെന്നോ ഭേദമില്ലാതെ മനുഷ്യാവകാശങ്ങൾ അവർക്ക് അനുവദിക്കുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളും വികസിത രാജ്യങ്ങളും ഒരേപോലെ ഈ മനുഷ്യാവകാശങ്ങൾ അംഗീകരിച്ച് ജീവിക്കാനുള്ള അനുവാദം അവരുടെ പൗരന്മാർക്ക് കൊടുക്കുന്നുണ്ട്. 3, മനുഷ്യാവകാശങ്ങൾ എല്ലാ ജനങ്ങളെയും തുല്യരായി കാണുന്നുണ്ട്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവർ ഏവരും സ്വതന്ത്രത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാനുള്ള അവകാശമാണ് മനുഷ്യാവകാശം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനാൽ സ്ത്രീ പുരുഷ ഭേദമെന്നെ ഈ സമൂഹത്തിൽ തുല്യരായി ജീവിക്കാൻ മനുഷ്യാവകാശം അനുവാദം നൽകുന്നുണ്ട്. 4ാമത് പറയുന്നത്, വ്യക്തികളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ മുൻനിർത്തി ഉണ്ടായതാണ് മനുഷ്യാവകാശം. വ്യക്തികളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ മുൻനിർത്തി ഉണ്ടാവേണ്ട മനുഷ്യാവകാശങ്ങൾ. അതിനാൽ മുഴുവൻ അവകാശത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി എല്ലാ പൗരന്മാർക്കും ജീവിക്കാൻ ഗവൺമെന്റ് സമൂഹം ഒരുക്കണം. 5, മനുഷ്യാവകാശങ്ങൾ മാനവരാശിയുടെ മൗലിക തത്വങ്ങളായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ജീവിക്കാനുള്ള അവകാശം, അടിമത്തത്തിനുള്ള സ്വാതന്ത്ര്യം, ചൂഷണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്നിവ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ മനുഷ്യാവകാശത്തിൽ പൂർണ്ണ വ്യക്തിത്വത്തോടും പൂർണ്ണ ശ്രേഷ്ഠതയോടും കൂടി ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പരാമർശിക്കുന്നു. 6, അവകാശങ്ങൾ ദേശീയ അതിർത്തിക്കും ദേശീയ ബന്ധങ്ങൾക്കും അതീതമാണ്. ഇനി അടുത്ത ചോദ്യമാണ്,
വാട്ട് ആർ ദ കാറ്റഗറീസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? മനുഷ്യാവകാശങ്ങളുടെ വിവിധ ഇനങ്ങൾ എന്തൊക്കെയാണ്? 4 ഉണ്ട്. 1 ശ്രേഷ്ഠപരമായിട്ടുള്ള അവകാശമാണ്. 2 മൗലികവും അടിസ്ഥാനപരവുമായ അവകാശം. 3 ക്രോഡീകരിച്ചതും വ്യക്തിഗതവുമായ അവകാശം. 4 പരമ്പരാഗത അവകാശം. അടുത്ത ചോദ്യമാണ്, വാട്ട് ഡസ് ആർട്ടിക്കിൾ ഓഫ് UN ചാർട്ടർ സ്റ്റേറ്റ്? ചാർട്ടറിന്റെ 1-ാം വകുപ്പിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യാവകാശങ്ങളെ ബഹുമാനിക്കാൻ, ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, വർഗം, വർണ്ണം, ലിംഗം, ഭാഷ, മതം, ജാതി എന്നിവയൊന്നും വിവേചനം കൂടാതെ എല്ലാവർക്കും മൗലികപരമായ സ്വാതന്ത്ര്യം എന്നിവയാണ് ചാർട്ടറിന്റെ 1-ാം വകുപ്പിൽ പരാമർശിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, വാട്ട് വാസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാന ആശയം എന്താണ്? മനുഷ്യാവകാശങ്ങൾ 3 വിഭാഗമായി തരംതിരിക്കും. 1 വ്യക്തിയുടെ പൗരാവകാശം, രാഷ്ട്രീയാവകാശങ്ങളാണ്. ഉദാഹരണം, ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സുരക്ഷിതത്തിനുള്ള അവകാശം, രാഷ്ട്രീയ അവകാശം, സ്വത്ത് സമ്പാദിക്കാനും വിവാഹം കഴിക്കാനും അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനും ചിന്തിക്കാനും യോഗം ചേരാനുള്ള അവകാശം. ഇതൊക്കെയാണ് വ്യക്തിയുടെ പൗരാവകാശം, രാഷ്ട്രീയാവകാശം. 2-ാം വിഭാഗത്തിലെ അവകാശങ്ങൾ സുരക്ഷിതത്തോട് ബന്ധപ്പെട്ടാണ്. ഈ അവകാശങ്ങൾ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികപരമായ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നതാണ്. 3-ാം വിഭാഗത്തിലെ അവകാശങ്ങൾ മറ്റുള്ളവയെ അപേക്ഷിച്ച് അടുത്ത കാലത്തുണ്ടായ പരിസ്ഥിതി, സംസ്കാരം, പുരോഗതി എന്നിവ സംബന്ധിച്ച അവകാശങ്ങളാണ് ഇതിനുൾപ്പെടുന്നത്. അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ മേജർ ലാൻഡ് മാർക്ക് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? മനുഷ്യാവകാശങ്ങളുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്? 1948 ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചതെങ്കിലും ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ജന്മന ലഭിക്കുന്ന ഒരു അവകാശമാണ്. അതിന് പ്രഖ്യാപന രീതികൾ ഓരോ വർഷത്തിന്റെ കാലക്രമണത്തിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. 1215 മാഗ്ന കാർട്ട, 1776 അമേരിക്ക ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ബിൽ ഓഫ് റൈറ്റ്, 1787 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്, അതേപോലെ തന്നെ 1789 ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ, 1946 UN കമ്മീഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, 1949 ജനീവ കൺവെൻഷൻ, 1950 യൂറോപ്യൻ കൺവെൻഷൻ ആണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഫ്രീഡം, 1961 യൂറോപ്യൻ സോഷ്യൽ ചാർട്ട്, 1966 ഇന്റർനാഷണൽ കൺവെനന്റ് ഓഫ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്, 1993 വിയറ്റ്നാം ഡിക്ലറേഷൻ ആൻഡ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ ആണ്. അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളും ചുമതല എന്തൊക്കെയാണ്? പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിൽ 1993 ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നു. ഈ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമാണ്. ഇനി ദേശീയ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു വഞ്ചിതനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് നൽകിയിട്ട് പരാതി പ്രകാരം അന്വേഷിക്കും. 2 മനുഷ്യാവകാശ ലംഘനത്തെ സംബന്ധിച്ച് കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളിലെ നടപടികളിൽ ആ കോടതിയുടെ അനുവാദ പ്രകാരം ഇടപെടുക. 3 ഭരണഘടനയുടെ പരിധിയിലുള്ളതോ ഭരണഘടന നൽകുന്നതായ മനുഷ്യാവകാശ സംരക്ഷണത്തിലുള്ള വ്യവസ്ഥകളും അവയെ ഫലപ്രദമായി പ്രാബല്യത്തിൽ വരുത്താനുള്ള നടപടികളും പുനഃപരിശോധിക്കുക. 4 സംസ്ഥാന ഗവൺമെന്റിന്റെ അറിയിപ്പിൻ പ്രകാരം ഏതെങ്കിലും ജയിലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനമോ സന്ദർശിക്കുകയും അവിടുത്തെ അന്തേവാസികളുടെ ജീവിത സ്ഥിതിയെക്കുറിച്ച് പഠിക്കുകയും അതുവഴി ശുപാർശ നടത്തുകയും ചെയ്യും. 5 മനുഷ്യാവകാശങ്ങൾ അനുഭവിക്കുന്നതിൽ തടസ്സം നിൽക്കുന്ന ഭീകരവാദം ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളെ പുനഃപരിശോധിക്കുകയും അതിനുവേണ്ട ഉചിതമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യും. 6 മനുഷ്യാവകാശത്തിന്മേലുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളും ഉപാധികളും പഠിക്കുകയും അവ പ്രാബല്യത്തിൽ വരുത്താനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ ശുപാർശ ചെയ്യുകയും ചെയ്യും. 7 മനുഷ്യാവകാശങ്ങളുടെ രംഗത്ത് ഗവേഷണം ഏറ്റെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. 8 സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യാവകാശ സാക്ഷരത വ്യാപിക്കുക ചെയ്യുക. 9 സർക്കാർ ഇതര സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും മനുഷ്യാവകാശ രംഗത്തുള്ള പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. 10 മനുഷ്യാവകാശങ്ങൾ വളർത്തുന്നതിന് ആവശ്യമായി തോന്നുന്ന മറ്റ് പ്രവർത്തനങ്ങളും നടപ്പിലാക്കുക. അടുത്ത ചോദ്യമാണ്,
റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിനും പുരോഗതിക്കും ഗവൺമെന്റിതര സ്ഥാപനം, ഗവൺമെന്റ് അല്ലാത്ത സംഘടനകളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് NGOകൾ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനുകൾ ധാരാളം വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ്. ഗവൺമെന്റിന് തനിയെ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഇത്തരം സന്നദ്ധ സംഘടനകൾ നടപ്പിലാക്കുന്നത്. ഇത്തരം സംഘടനകൾ ജനക്ഷേമകരമായ ധാരാളം സേവനങ്ങൾ നടത്തുന്നുണ്ട്. ജലസേചനം, കാർഷിക വികസനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കാനും ദരിദ്രരായ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായി ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്താൻ NGOയുടെ അധികാരമുണ്ട്. ലാസ്റ്റ് ചോദ്യമാണ്, ഡിസ്ക്രൈബ് അബൌട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മനുഷ്യാവകാശ പരാമർശങ്ങളെ കുറിച്ച് വിശദീകരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, മൗലിക കടമകൾ, കോടതി മുഖേനയുള്ള നീതി നിർവഹണം, മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന അതിന്റെ 3-ാം വിഭാഗത്തിൽ 24 വകുപ്പുകളായി ചില അവകാശങ്ങൾ പൗരന്മാർക്ക് അന്വയിച്ചിട്ടുണ്ട്. 6 മൗലിക അവകാശത്തിലൂടെയാണ് മനുഷ്യാവകാശത്തെ സംരക്ഷിക്കാൻ ഭരണഘടനയുടെ 3-ാം വിഭാഗത്തിൽ പരാമർശിക്കുന്നത്. മൗലികാവകാശങ്ങളിലെ 32-ാം വകുപ്പ് ഏറെ പ്രാധാന്യം അറിയിക്കുന്ന മൗലികപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്ന മൗലികാവകാശമാണ്. ഇതിനു വേണ്ടി റിട്ടുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക കോടതി ഉത്തരവുകൾ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നുണ്ട്. ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിന്റെ ഉദയത്തോടു കൂടി ആധുനിക ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ പൗരന്മാരുടെ ക്ഷേമാശ്ചര്യങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് പരമാവധി സാമ്പത്തിക സാമൂഹ്യ പുരോഗതി നേടുന്നതിനാണ് നിയമനിർമ്മാണ വിഭാഗവും ഭരണനിർമ്മാണ വിഭാഗവും ശ്രമിക്കുന്നത്. ക്ഷേമരാഷ്ട്രം കൈവരിക്കുന്നതിന് ജനതയുടെ പൂർണ്ണ പങ്കാളിത്തം അനിവാര്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി മിക്ക രാഷ്ട്രങ്ങളും കുറെ ധാർമ്മിക നിർദ്ദേശങ്ങൾ ജനതയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ചേർത്തിട്ടുള്ളവയാണ് നിർദ്ദേശ തത്വങ്ങൾ എന്ന് വിളിക്കുന്നത്. ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളിലാണ് നിർദ്ദേശ തത്വങ്ങൾ. സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ, ലിബറൽ എന്നിങ്ങനെ 3 തലങ്ങളിലാണ് നിർദ്ദേശ തത്വം. മൗലിക അവകാശം പോലെ മൗലിക കടമകളും സുപ്രധാനമാണ്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയോടെ മൗലിക കടമകൾ ഭരണഘടനയുടെ 51A വകുപ്പിൽ ചേർത്തു. മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും അറിയപ്പെടുന്നു. നിയമവാഴ്ചയും നീതിന്യായ പുനരവലോകനം മനുഷ്യാവകാശത്തിന് ഊന്നൽ നൽകുന്നു. ഇത്രയാണ് ഇതിൽ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ്. എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിൻ്റെ ഗൈഡുകൾ ആവശ്യമുള്ളവരും എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സിനെയും കൊണ്ട് ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ ക്ലാസ് നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് ഓൺലൈൻ പരീക്ഷ എഴുതാൻ പറ്റുന്ന SSLC +2 എഴുതാൻ പറ്റുന്നവർക്ക് നമ്മൾ ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ IGNOU ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.